എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് ഇപ്പോൾ സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിവിധ സ്ട്രീമുകളിൽ എക്സിക്യൂട്ടീവ് തസ്തികയിലേക്കാണ് അപേക്ഷകൾ വിളിച്ചിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. തസ്തിക എന്താണെന്നും ഡീറ്റെയിൽസും ഒക്കെ നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് IOCLലേക്കാണ് വേക്കൻസി ഉള്ളത്. തസ്തികയുടെ പേര് എക്സിക്യൂട്ടീവ് ആണ്. വിവിധ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആദ്യം ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ഇൻ ഗ്രേഡ് A യോഗ്യതയുള്ളവർക്ക് വേണ്ടിയുള്ള പോസ്റ്റുകളാണ് നോക്കുന്നത്. ഡിസിപ്ലിൻ കെമിക്കൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് BE ഓർ BTech ഓർ ഇക്വലന്റ് ഡിഗ്രിയാണ്. എല്ലാ തസ്തികയിലും ജനറൽ ഓർ EWS ഓർ OBC ആണെങ്കിൽ 65% മാർക്കുണ്ടായിരിക്കണം. SC ST PWD ആണെങ്കിൽ 55% മാർക്കുണ്ടായിരിക്കണം. ഡിസിപ്ലിൻസ് വരുന്നത് കെമിക്കൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ ടെക്നോളജി, കെമിക്കൽ ആൻഡ് ബയോകെമിക്കൽ, പെട്രോകെം എഞ്ചിനീയറിംഗ്, പെട്രോകെമിക്കൽ എഞ്ചിനീയറിംഗ്, പെട്രോകെമിക്കൽ ടെക്നോളജി, പെട്രോകെം ആൻഡ് പെട്രോളിയം റിഫൈനറി. അടുത്തത് സിവിലാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് BTech അല്ലെങ്കിൽ BE അല്ലെങ്കിൽ ഇക്വലന്റ് ഡിഗ്രിയാണ്. ഡിസിപ്ലിൻസ് സിവിൽ എഞ്ചിനീയറിംഗ്, സിവിൽ ആൻഡ് എൻവയോൺമെൻറ്റൽ, സിവിൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, സിവിൽ കൺസ്ട്രക്ഷൻ ടെക്നോളജി, സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് പ്ലാനിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ് എൻവയോൺമെൻറ്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ, സിവിൽ എഞ്ചിനീയറിംഗ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, സിവിൽ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്, സിവിൽ ടെക്നോളജി. നെക്സ്റ്റ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് IT ആണ്. യോഗ്യത വേണ്ടത് BE ഓർ BTech ഓർ ഇക്വലന്റ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, IT, ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് അപ്ലൈഡ് മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, സൈബർ സെക്യൂരിറ്റി, ഡാറ്റാ സയൻസ്. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ ഒരുപാട് ഡിസിപ്ലിൻസ് ഇവിടെ അക്സെപ്റ്റഡ് ആണ്. നെക്സ്റ്റ് ഇലക്ട്രിക്കൽ ആണെങ്കിൽ BTech അല്ലെങ്കിൽ BE ഓർ ഇക്വലന്റ് ഡിഗ്രി. ഡിസിപ്ലിൻസ് വരുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പവർ സിസ്റ്റം, ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ, ഇലക്ട്രിക്കൽ ആൻഡ് പവർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് പവർ, ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ, ഇലക്ട്രിക്കൽ പവർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് പവർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. നെക്സ്റ്റ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. യോഗ്യത വേണ്ടത് BTech ഓർ BE ഓർ ഇക്വലന്റ് ഡിഗ്രി. ഡിസിപ്ലിൻസ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ. നെക്സ്റ്റ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ്. യോഗ്യത വേണ്ടത് BTech ഓർ BE ഓർ ഇക്വലന്റ് ഡിഗ്രി. ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ, ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജി, ഇൻസ്ട്രുമെൻറ്റ് ടെക്നോളജി ആണ്. കൂടാതെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ വരുന്നുണ്ട്. ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ, ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് കൺട്രോൾ, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ. അടുത്തത് മെക്കാനിക്കലാണ്. യോഗ്യത വേണ്ടത് BE ഓർ BTech ഓർ ഇക്വലന്റ് ഡിഗ്രി. ഡിസിപ്ലിൻസ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രി ഇൻ്റഗ്രേറ്റഡ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിസൈൻ, മെക്കാനിക്കൽ ആൻഡ് ഓട്ടോമേഷൻ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പ്രൊഡക്ഷൻ. ഇത്രയാണ് വരുന്നത്. ഇനി അടുത്തത് കാറ്റഗറി B, ഓഫീസർ മാർക്കറ്റിംഗ് ഇൻ ഗ്രേഡ് A ആണ്. ഇവിടെ യോഗ്യത വേണ്ടത് MBA മാർക്കറ്റിംഗ് ആണ്. MBA മാർക്കറ്റിംഗ് അല്ലെങ്കിൽ PG ഡിപ്ലോമ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ് വേണ്ടത്, വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. ഇവിടെ 60% മാർക്കുണ്ടായിരിക്കണം. SC ST PWD ആണെങ്കിൽ 55% മാർക്കുണ്ടായിരിക്കണം. നെക്സ്റ്റ് ഓഫീസർ ഇൻ ലോ ആണ്, ഗ്രേഡ് A. യോഗ്യത വേണ്ടത് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ആൻഡ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലോ അല്ലെങ്കിൽ 5 year ഇൻ്റഗ്രേറ്റഡ് LLB ആണ് വേണ്ടത്. ഇവിടെ മാർക്ക് വരുന്നത് 60% ആണ്. SC ST PWD ആണെങ്കിൽ 55% ആണ് മാർക്ക് വേണ്ടത്. നെക്സ്റ്റ് അസിസ്റ്റൻറ്റ് ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ ഇൻ ഗ്രേഡ് A0 ആണ്. യോഗ്യത വേണ്ടത് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ്. ഡിസിപ്ലിൻസ് കെമിസ്ട്രി, ഇൻഓർഗാനിക് കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, അനലിറ്റിക്കൽ കെമിസ്ട്രി, ഫിസിക്കൽ കെമിസ്ട്രി, അപ്ലൈഡ് കെമിസ്ട്രി, ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി. നെക്സ്റ്റ് ഡിപ്ലോമ എഞ്ചിനീയർ ഇൻ ഗ്രേഡ് EO. യോഗ്യത വേണ്ടത് ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഡിപ്ലോമ 3 years ഇൻ എഞ്ചിനീയറിംഗ് ആണ്. ഡിസിപ്ലിൻസ് വരുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ പവർ സിസ്റ്റം, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, ഇൻഡസ്ട്രിയൽ കൺട്രോൾ. മെക്കാനിക്കൽ ആണെങ്കിൽ ഡിപ്ലോമ 3 year ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്.
ഡിസിപ്ലിൻ മെക്കാനിക്കലാണ്. സേഫ്റ്റി ആണെങ്കിൽ ഡിപ്ലോമ 3 ഇയേഴ്സ് ഇൻ എഞ്ചിനീയറിംഗ്. ഇവിടെ ഒരുപാട് ഡിസിപ്ലിൻസിൽ അക്സെപ്റ്റബിൾ ആണ്. ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് കൂടാതെ ഡിപ്ലോമ ഇൻ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി കൂടി ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും തസ്തികയിലേക്കാണ് വേക്കൻസി ഉള്ളത്. ഈ യോഗ്യതയൊക്കെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. ശ്രദ്ധിക്കേണ്ടത്, ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് ഗ്രേഡ് എ പോസ്റ്റുകളാണെങ്കിൽ ME ഓർ MTech ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ME ഓർ MTech ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങളുടെ ഫൈനൽ മാർക്ക് ഷീറ്റ് സെപ്റ്റംബർ 30 വരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിലേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഈ എല്ലാ തസ്തികയിലേക്കും നിങ്ങളുടെ ഫൈനൽ ഡിഗ്രി മാർക്ക് ഷീറ്റ് സെപ്റ്റംബർ 30 ആകുമ്പോഴത്തേക്ക് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. അത് മറക്കണ്ട. പ്രായപരിധി നോക്കാം. ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ഗ്രേഡ് എ പോസ്റ്റുകളാണെങ്കിൽ 26 വയസ്സ് വരെയാണ്. ഡിപ്ലോമ എഞ്ചിനീയർ 26, ഓഫീസർ മാർക്കറ്റിംഗ് 28, ലോ ഓഫീസർ 30, അസിസ്റ്റൻറ്റ് ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ 30. ഇങ്ങനെയാണ് പ്രായപരിധി വരുന്നത്. ഇത് കൂടാതെ പ്രായത്തിൽ ഇളവും ഉണ്ടായിരിക്കും. ഗ്രാജുവേറ്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഡിപ്ലോമ എഞ്ചിനീയർ ആണെങ്കിൽ ജൂലൈ 1, 2000 ശേഷം ജനിച്ചവരായിരിക്കണം. ഓഫീസർ മാർക്കറ്റിംഗ് ആണെങ്കിൽ ജൂലൈ 1, 1998 ശേഷം ജനിച്ചവരായിരിക്കണം. ലോ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ ആണെങ്കിൽ ജൂലൈ 1, 1996 ശേഷം ജനിച്ചവരായിരിക്കണം. OBC നോൺ ക്രിമിലിയർ ആണെങ്കിൽ ഗ്രാജുവേറ്റ് ഓർ ഡിപ്ലോമ എഞ്ചിനീയർ ജൂലൈ 1, 1997 ശേഷം ജനിച്ചവരായിരിക്കണം. ഓഫീസർ മാർക്കറ്റിംഗ് ജൂലൈ 1, 1995 ശേഷം ജനിച്ചവരായിരിക്കണം. ലോ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ ആണെങ്കിൽ ജൂലൈ 1, 1993 ശേഷം ജനിച്ചവരായിരിക്കണം. SC ഓർ ST ആണെങ്കിൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഡിപ്ലോമ എഞ്ചിനീയർ ആണെങ്കിൽ ജൂലൈ 1, 1995 ശേഷം ജനിച്ചവരായിരിക്കണം. ഓഫീസർ മാർക്കറ്റിംഗ് ആണെങ്കിൽ ജൂലൈ 1, 1993 ശേഷം ജനിച്ചവരായിരിക്കണം. ലോ ഓഫീസർ ആൻഡ് അസിസ്റ്റൻറ്റ് ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ ആണെങ്കിൽ ജൂലൈ 1, 1991 ശേഷം ജനിച്ചവരായിരിക്കണം. ഇതാണ് ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത്. നിങ്ങളുടെ ഏജ് പ്രൂവ് ചെയ്യാനായിട്ട് 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. പിന്നെ ചില പോസ്റ്റുകൾക്ക് എക്സ്പീരിയൻസ് ആവശ്യമാണ്. ലോ ഓഫീസർ ആണെങ്കിൽ 2 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. അസിസ്റ്റൻറ്റ് ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ ആണെങ്കിലും 2 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. എക്സ്പീരിയൻസ് ഇൻ ടെസ്റ്റിംഗ് ഓർ R&D ഓർ ക്വാളിറ്റി കൺട്രോൾ ഇൻ പെട്രോളിയം അല്ലെങ്കിൽ പെട്രോ കെമിക്കൽ ഓർ പോളിമർ ഓർ ഫെർട്ടിലൈസർ യൂണിറ്റ് ലബോറട്ടറി. കൂടാതെ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇൻ NABL അക്രഡിറ്റഡ് ലബോറട്ടറി ആവശ്യമാണ്. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 3 ആണ്. സെലക്ഷൻ്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്. ടെസ്റ്റിൻ്റെ ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ 24 ആയിരിക്കും. SC ST OBC EWS PWD കാറ്റഗറിക്ക് റിസർവേഷനുണ്ട്. റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നവർ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്, ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പ് ടാസ്ക് ഉണ്ട്, പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ വരുന്നത് സെക്ഷൻ എയിൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, അതിൽ വരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 20 മാർക്ക്, ലോജിക്കൽ റീസണിങ് 15 മാർക്ക്, വെർബൽ എബിലിറ്റി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് 15 മാർക്ക്, ഡൊമൈൻ നോളജ് 50 മാർക്കാണ് വരുന്നത്. നെഗറ്റീവ് മാർക്കുണ്ട്. ഇനി എക്സാം സെൻറ്റർ വരുന്നത് കേരളത്തിൽ എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോടാണ് എക്സാം സെൻറ്റർ ഉള്ളത്. ഷോർട്ട് ലിസ്റ്റ് ആവുന്ന കാൻഡിഡേറ്റ്സിന് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ട്. എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെയും ഒറിജിനൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, പിന്നെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ആപ്ലിക്കൻസിന് വാലിഡായിട്ട് ഇമെയിൽ ID, മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം. അപ്ലൈ ചെയ്യേണ്ടത് IOCL സൈറ്റിലാണ്. ഇതാണ് സൈറ്റ് www.iocl.com. സൈറ്റ് ഓപ്പൺ ചെയ്യുക. അവിടെ അപ്ലൈ നൗ എന്ന ഓപ്ഷൻ ഉണ്ട്. അതുവഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. SC ST PWD കാറ്റഗറിക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ബാക്കിയുള്ള എല്ലാവർക്കും 1000 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ് IOCL സൈറ്റിൽ വരുന്നതാണ്. നിങ്ങൾക്ക് അതിൻ്റെ അറിയിപ്പ് ഇമെയിൽ വഴിയോ SMS വഴിയോ കിട്ടുന്നതായിരിക്കും. എക്സാമിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഈ കോൾ ലെറ്ററും ഫോട്ടോ ഐഡൻറ്റിറ്റി പ്രൂഫും കൊണ്ടുപോകേണ്ടതാണ്. ഒറിജിനലും കൊണ്ടുപോകണം, കോപ്പിയും കൊണ്ടുപോകണം. ഇനി ശമ്പളം എങ്ങനെയാണെന്ന് നോക്കാം. ഇൻഡക്ഷൻ ഗ്രേഡ് A ആണെങ്കിൽ തുടക്ക ശമ്പളം 50,000 രൂപയാണ്. 50,000 തൊട്ട് 1,60,60,000 വരെ ആയിരിക്കും. AO ആണെങ്കിൽ 40,000 തൊട്ട് 1,40,000 വരെ.
EO ആണെങ്കിൽ 30,000 തൊട്ട് 1,20,000 വരെയാണ് ശമ്പളം ലഭിക്കുന്നത്. കൂടാതെ എല്ലാവിധ അലവൻസും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ 3 വർഷമെങ്കിലും ജോലി ചെയ്യാമെന്നുള്ളൊരു ഉറപ്പിന് വേണ്ടിയിട്ട് ബോണ്ട് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. സർവീസ് ബോണ്ട് ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ. IOCL ലിമിറ്റഡിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക്, എക്സിക്യൂട്ടീവ് പോസ്റ്റിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഈ യോഗ്യതയൊക്കെ ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.